അയ്യപ്പ ശരണം. വേദങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഒരു മഹത്തരമായ സന്ദേശമുണ്ട്. മനോർഭവ, മനുഷ്യനാവുക എന്നത്, ഒരു നല്ല മനുഷ്യനാവുക എന്നത് തൻ്റെ കർമ്മപഥത്തിൽ ആശയക്കുഴപ്പമില്ലാതെ കാർപ്പണ്യദോഷങ്ങളില്ലാതെ ജീവിക്കാനാവുക എന്നുള്ളൊരു അവകാശം കൂടിയാണ്. എന്നാൽ അത്തരം അവകാശങ്ങൾക്ക് നേരെ ചില ചോദ്യങ്ങൾ ഉയരുന്ന, ഒരു പക്ഷേ ആശയക്കുഴപ്പത്തിൽ ഏവരും പെട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ചില ഉത്തരങ്ങൾ ആവശ്യമായിരിക്കുന്നു. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാർപ്പണ്യദോഷങ്ങൾ അകലുവാൻ ഓരോ വ്യക്തിയുടെയും അവകാശം കൂടിയാണത്. അത്തരത്തിൽ ചില ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിനാണ് അമൃത ടിവിയുടെ സംഘം ഒരുങ്ങുന്നത്. അമൃത ടിവിയിൽ ഉടനെ തന്നെ ഒരു പരമ്പര ആരംഭിക്കുകയാണ്. ശബരിമലയിലെ ചൈതന്യമായി നിലകൊള്ളുന്ന സ്വാമി അയ്യപ്പൻ്റെ ഐതിഹ്യ വിശ്വാസങ്ങളിലൂടെയാണ് ഈ പരമ്പര കടന്നു പോകുന്നത്. ഭാരതമൊട്ടാകെ ഉറ്റുനോക്കിയ ശബരിമല യുവതീ പ്രവേശനം. ഇത് ഭക്തകോടികളുടെ വിശ്വാസങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമോ? ശബരിമലയിലെ യഥാർത്ഥ ഐതിഹ്യം എന്താണ്? അയ്യപ്പ ഭക്തർ എന്തുകൊണ്ട് ശബരിമല യുവതീ പ്രവേശന വിധി നിഷേധിക്കുന്നു? ശബരിമലയിൽ വാഴുന്നത് ശാസ്താവോ അയ്യപ്പനോ? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി വരുന്നു ഒരു വേറിട്ട പുണ്യപുരാണ പരമ്പര, അയ്യപ്പ ശരണം. ആ പരമ്പര ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ഇന്ന് നമ്മളെ ഏവരെയും സംശയത്തിൻ്റെ വലിയ കുഴികളിലേക്ക് ആഴ്ത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളുണ്ട്. ആ ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഉത്തരം നൽകുന്നത് ഭക്തർക്ക് മാത്രമാണ്. ഭക്തർക്ക് ഉത്തരം നൽകുക എന്ന ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞങ്ങളൊരു കൂട്ടം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകരുണ്ട്, ചിന്തകരുണ്ട്, പണ്ഡിതരുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, അതുപോലെ തന്നെ ചെറുപ്പത്തിൻ്റെ ശബ്ദമുണ്ട്. അതിനോടൊപ്പം തന്നെ പരമ്പരയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് കണ്ടെത്തുന്ന ഉത്തരം അത് ഈ കാലഘട്ടത്തിന് ഭാരതീയതയ്ക്ക് സമർപ്പിക്കുകയാണ്. പ്രണാമം. അയ്യപ്പ ശരണം. ഒരു പരമ്പരയായി തുടങ്ങുന്നത് കൊണ്ട്, അതായത് അയ്യപ്പ ചൈതന്യത്തെ അറിയുന്ന ഒരു പരമ്പര അമൃത ടി വി ആരംഭിക്കുകയാണ്. അതിൻ്റെ സംവിധായകൻ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കൂടിയായ ശ്രീ വിജി തമ്പിയാണ്. അദ്ദേഹത്തെയും ഒരു ഭക്തൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്, അയ്യപ്പ ഭക്തൻ. അങ്ങ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തത്, ഒരു പരമ്പര ചെയ്യാൻ തീരുമാനിക്കുന്നത്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്വാമി അയ്യപ്പൻ്റെ കഥകൾ, പുരാണം പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമയായ കാലം തൊട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളീയരെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് സാക്ഷാൽ അയ്യപ്പൻ. കേരളത്തിൻ്റെ ദൈവമാണ്, മലയാളത്തിൻ്റെ ദൈവമാണ്, പുരാണങ്ങളിൽ ഇല്ലാത്ത ദൈവമാണ് അയ്യപ്പൻ. ധർമ്മശാസ്താവ് എന്ന പുരാണത്തിലെ ഈശ്വരൻ്റെ കേരളത്തിൽ ജനിച്ച അവതാരം, അതായത് ഈ കലിയുഗത്തിലെ അവതാരം, കലിയുഗത്തിലെ കൺകണ്ട ദൈവം എന്ന് പറയുന്നതാണ് അയ്യപ്പൻ. അപ്പോൾ അയ്യപ്പന് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അയ്യപ്പനുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്, വളരെ വൈകാരികമായൊരു ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പൻ്റെ കഥകളും അയ്യപ്പൻ്റെ പുരാണവും അറിയാൻ എന്നും മലയാളികൾക്ക് മറ്റ് ഉള്ള ഭാഷക്കാരെക്കാളും കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ക്ഷേത്രത്തെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും ധർമ്മശാസ്താവിനെ കുറിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഇതുപോലത്തെ 2 പരമ്പരകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദേവി മാഹാത്മ്യം ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്, ശ്രീകൃഷ്ണലീല സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വളരെ ഏറ്റവും അടുപ്പമുള്ള ഒരു ദൈവം എന്ന് പറയുന്നത് അയ്യപ്പനാണ്. 41 ദിവസം വ്രതമെടുത്ത് കെട്ടുമുറുക്കി 18 പടിയും ചവിട്ടി തന്നെയാണ് എല്ലാ വർഷവും ഞാൻ ശബരിമലയിൽ പോകുന്നത്. അപ്പോൾ അത്രയും ഞാനും അയ്യപ്പനുമായിട്ട് എനിക്ക് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങൾ അവിടെ ഉണ്ട്. അത് എൻ്റെതായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പരമ്പര ചെയ്യാൻ പ്രത്യേകിച്ച് അമൃത ടി വി, എനിക്ക് തോന്നുന്നു അമൃത ടി വി അയ്യപ്പൻ്റെ കഥകൾ ചെയ്തിട്ടില്ല. മറ്റെല്ലാ ചാനലുകളിലും വന്നിട്ടുണ്ട്. അമൃത ടി വി, അതും അമൃത ടി വി നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരമ്പര എന്ന് പറഞ്ഞ് അത് എന്നെ സംവിധായകനായിട്ട് വിളിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. അത് അയ്യപ്പൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ നിയോഗം തന്നെയാണ്. യഥാർത്ഥത്തിൽ അനുഷ്ഠാനങ്ങളെ അടുത്തറിയുക എന്നുള്ള ആ ഒരു ഏറ്റവും വലിയ നിയോഗത്തെ അദ്ദേഹം സ്വീകരിക്കുമ്പോൾ ഈ സീരിയൽ ഈ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അയ്യപ്പ ശരണം എന്നാണ് ഈ പരമ്പരയുടെ നാമം. അയ്യപ്പ ശരണം, ഒപ്പം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അടുത്തറിയുവാനൊരവസരം. തീർച്ചയായും ഈ പരമ്പര മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ഭക്തൻ ശബരിമലയിലേക്ക് എത്തുന്നത്, സ്വാമി അയ്യപ്പനെ അറിയുന്നത്, അതുപോലെ തന്നെ ധർമ്മശാസ്താവ് എന്ന സങ്കല്പത്തെ അറിയുന്നത്, ഇതൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് പരമ്പര മുഴുവനായും, അതിൻ്റെ ഒരു മുഴുവൻ പദ്ധതിയും ആ രീതിയിലാണ് ആവിർഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും അയ്യപ്പൻ എന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ സങ്കല്പങ്ങളും ഒക്കെ പരമ്പരയാകുന്നു എന്ന് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിൽ അയ്യപ്പനായി ഒരു മുഖം തെളിഞ്ഞു വരും. അത് ശ്രീ കൗശിക്കിൻ്റേതാണ്.
നമസ്കാരം കൗശിക്. കൗശിക് ധർമ്മശാസ്താവായി അല്ലെങ്കിൽ സ്വാമി അയ്യപ്പനായി മുന്നേ പരമ്പരയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അമൃത ടി.വിക്ക് വേണ്ടി അയ്യപ്പ ശരണം എന്ന ഈ ഒരു പരമ്പരയിൽ ധർമ്മശാസ്താവാകുന്നു. എന്താണ് ശാസ്താ സങ്കല്പത്തെ മനസ്സിൽ കാണുമ്പോൾ, മനസ്സിൽ ആ വേഷം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഭാവം എന്താണ്? സാധാരണ പറയാറുണ്ട് ക്ഷേത്രങ്ങളിൽ ധ്യാന ശ്ലോകം, എപ്പോഴും മേൽശാന്തി ധ്യാന ശ്ലോകത്തിലൂടെയാണ് ആ വിഗ്രഹഭാവത്തെ അറിയുന്നത്. ഇവിടെ ഒരു യാഗം പോലെ, ഒരു കർമ്മം പോലെ നമ്മളൊരു പരമ്പര തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മനസ്സിൽ ആ രൂപത്തെ കാണുന്നത്, എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോൾ ആക്ച്വലി 11 വർഷം കഴിഞ്ഞു സ്വാമി അയ്യപ്പൻ്റെ ഒരു വേഷം ഇട്ടിട്ട്. എല്ലാവർക്കും അറിയാം, കൂടുതൽ ആന്ധ്ര എന്നാണ് ഈ ശബരിമലയ്ക്ക് കൂടുതൽ ആൾക്കാർ വരുന്നത്. സോ ഒരു പ്രശ്നം വന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഏറ്റവും ഫീലായ വ്യക്തി ഞാനായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചിരുന്നു. സോ എന്തിനാ ഇങ്ങനെ ആവുന്നു? ബിക്കോസ് ശബരിമല എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം എല്ലാ വർഷവും കൂടി ഭക്തന്മാർ കൂടി പോകുന്നു. ലൈക്ക് ഇപ്രാവശ്യം ഒരു മേ ബി ഒരു 1 ഡേയിൽ 80,000 പീപ്പിൾ പോയി കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് ടൈമിൽ 1 lakh അങ്ങനെ എപ്പോഴും കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. കാരണം കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജി എല്ലാവരും ഭക്തജനങ്ങൾക്ക് കിട്ടുന്നു അവിടുന്ന്. സോ ഞാൻ ഭയങ്കര ഞാൻ അയ്യപ്പനോട് പ്രാർത്ഥിച്ചു, എന്താ ഇങ്ങനെ ആവുന്നത്, എന്താ ഇങ്ങനെ ആവാൻ കാരണം? ഐ വിഷ് ഐ കുഡ് ഡു സംതിങ്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഐ വുഡ് ഫീൽ റിയലി ഹാപ്പി. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരുന്നു. ശരിക്കും അയ്യപ്പൻ കേട്ടോ എന്ന് എനിക്കറിയില്ല. അമൃത ചാനലിൽ നിന്ന് എനിക്ക് കോൾ വന്നു, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ പറ്റിയിട്ട് വീണ്ടും ആ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നു ശാസ്താവായിട്ട് എന്ന് വന്നപ്പോൾ ഡെഫിനറ്റ്ലി അയ്യപ്പനത് കേട്ടു. ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് കൊടുത്തു, വീണ്ടും ഈ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും കൊടുക്കാനായിട്ട് എന്നെ ഈ ഒരു കഥാപാത്രത്തിൽ വിളിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ ഫീൽ ബ്ലെസ്ഡ് അബൌട്ട് ഇറ്റ്. കൗശിക് പറഞ്ഞ ഇപ്പോൾ മുന്നോട്ട് വെച്ച എപ്പോഴും മനസ്സിൽ തോന്നുന്ന ഒരു ആശങ്ക, ഇത് ഇവിടെ മലയാളികളായി നിന്നല്ല, ദക്ഷിണേന്ത്യയിൽ മുഴുവനുമുള്ള അല്ലെങ്കിൽ ഭാരതം മുഴുവനുമുള്ള ഭക്തരുടെ ആശങ്ക തന്നെയാണ്. ഇത്തരം ആശങ്കകൾക്ക് ഒരു ഉത്തരമാകുവാൻ ഈ പരമ്പര സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. തീർച്ചയായും അതെ, വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ശബരിമലയിലേക്ക് പോകുവാനാകണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ഈ ഒരു തരത്തിലുള്ള ചിന്തകളെല്ലാം അകന്ന് അല്ലെങ്കിൽ സംശയങ്ങളെല്ലാം അകന്ന് അയ്യപ്പ സ്വാമി നമുക്ക് വേണ്ടി, നമുക്ക് മുന്നിൽ നമ്മുടെ ഗുരുസ്വാമിയായി അല്ലെങ്കിൽ നമ്മിലെ തത്വമായി, നമ്മിലെ തന്നെ ജ്ഞാനപ്പൊരുളായി നിലകൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസം ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. ആ വിശ്വാസം നമുക്ക് ഏവർക്കും നൽകുവാനായി ഗുരു സാന്നിധ്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. മലയാളിക്ക്, പ്രത്യേകിച്ച് ഭക്തർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാതെ തന്നെ പരിചയപ്പെടുത്തുവാനാക്കുന്ന ഒരാളാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഡയറക്ടറാണ്. ഒപ്പം ഹിന്ദു ധർമ്മത്തെ, വേദത്തെ, ആചാരത്തെ, അനുഷ്ഠാനങ്ങളെ അധിഷ്ഠിതമായി 150-ൽ ഏറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ചിന്തിക്കുന്നത് ഭാരതീയ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. അദ്ദേഹത്തെ തന്നെ ഈ വേദിയിൽ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. പ്രണാമം. ഇപ്പോൾ പറഞ്ഞു തുടങ്ങി വെച്ചു, അമൃത TV ഒരു പരമ്പര ആരംഭിക്കുകയാണ്. അതിന് നാമം അയ്യപ്പ ശരണം എന്നാണ്. ഒപ്പം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അടുത്തറിയുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശം കൂടി അതിലുണ്ട് എന്ന്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു പരമ്പരയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഓരോരുത്തരും അടുത്തറിയണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മളുടെ ആചാരം എന്ന് പറയുന്നത് വളരെ കൃത്യ ഡെഫനിഷനുള്ളതാണ്. ആചാരാത് ലഭതേഹ്യായു, ആചാരാത് ധനമക്ഷയം, ആചാരാത് ലഭതേ സുപ്രജ, ആചാരോ അഹന്ത്യലക്ഷം. നമ്മൾ ലോകത്തിനോട് അറിയിക്കാനുള്ളത് 110 കോടി സനാതന ധർമ്മവിശ്വാസികൾ 670 കോടി ജനതയിലുള്ളപ്പോൾ പരമ്പരാഗതമായിട്ട് വന്നത് എന്താണ്, അതിൻ്റെ മുകളിൽ കീഴ്വഴക്കമായിട്ട് വന്നത് എന്താണ്, അതിൻ്റെ മുകളിൽ ആചാരങ്ങളായിട്ട് വന്നത് എന്താണ്, അതിൻ്റെ മുകളിൽ വരുന്ന അനുഷ്ഠാനം എന്താണ്. ഈ 4 എണ്ണം ഇന്ന് കേരളീയർക്ക് അറിഞ്ഞുകൂടാ. പരമ്പരാഗതമായി വന്നതിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ കീഴ്വഴക്കങ്ങളിൽ മാറ്റം വരുത്തണം കുറേയെല്ലാം. ആചാരങ്ങളിൽ സ്വഗ്രാമേ പൂർണ്ണമാചാരം, അന്യഗ്രാമേ തദർദ്ധകം, പട്ടണേ തു തത്പാദം, യാത്രേ ബാലാത് ആചരത്, കുറേ വ്യത്യാസം വരുത്തണം. അനുഷ്ഠാനങ്ങളിൽ തൊടാനുള്ള പെർമിഷൻ ഇല്ല, അത് അനുഷ്ഠിക്കേണ്ടതാണ്. ഇപ്പോൾ ശബരിമലയിലായാലും ചോറ്റാനിക്കരയിലായാലും ഗുരുവായൂരിലായാലും അനുഷ്ഠാനങ്ങൾ മാറ്റം വരുത്താൻ സാധ്യമല്ല. അതേ സമയത്ത് ഇലക്ട്രിക് ബൾബ് ഇടാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് താതസ്യ കൂപോയമിതി ബ്രുവാണ കാ പുരുഷ ക്ഷാരജലം പിബതി,
അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് ആ കിണറ്റിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട കാര്യമില്ല. നല്ല നല്ല ആചാരങ്ങൾ അതെന്താണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ അമൃത ടി വിയുമായിട്ട് അനവധി കാലത്തെ ബന്ധമുള്ള എന്നെ ക്ഷണിച്ചപ്പോൾ സന്തോഷം തോന്നി. അത് അതേ രീതിയിൽ തന്നെ പറയണം. ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പനിലുള്ള വിശ്വാസം എന്ന വാക്ക് ഒഴിവാക്കണം. അത് ഭക്തിയാണ്. വിശ്വാസം സെമറ്റിക് മതങ്ങളുടെ വാക്കാണ്. ഇവിടെ ശരിക്കും ഭക്തിയാണ്. ഐ ആം ഡിവൈഡിങ് മൈസെൽഫ് വിത്ത് ദി ഡിവൈൻ പവർ. ആ രീതിയിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. എന്നും ഉണ്ടാവും. നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകട്ടെ. മനുഷ്യ മനസ്സിനെയും ചിന്തകളെയും കർമ്മത്തെയും കർമ്മബലത്തെയും കർമ്മത്തിൻ്റെ പ്രതിഫലത്തെയും ഈ സീരിയല് സ്വാധീനിക്കട്ടെ. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അനുഷ്ഠാനങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോഴും അയ്യപ്പനിലുള്ള ഭക്തി, വിശ്വാസത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ഭക്തി, മാറ്റമേതുമില്ലാതെ നിൽക്കുന്ന ഭക്തി, അതിലേക്ക് സഞ്ചരിക്കുവാനുള്ള പ്രാപ്തി ഇതിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്നും അതിനുള്ള പ്രേരണ ഏവർക്കും ലഭിക്കട്ടെ എന്നും പറയുമ്പോൾ അയ്യപ്പ ശരണം. തീർച്ചയായും ആചാര അനുഷ്ഠാനങ്ങൾ എന്ന വാക്ക് വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്. ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ, ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മുടെ ഒരു പക്ഷേ കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ചിന്തകളും പ്രവൃത്തികളും അതിനൊരു തരത്തിൽ ഒന്നുകിൽ പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുക എന്നിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഭക്തന് ലഭിക്കേണ്ടുന്ന ചില ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങ് ഈ ഒരു വിഷയവുമായി ഭാരതീയതയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഭഗവത്ഗീത എന്ന ആധികാരിക ഗ്രന്ഥം, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മുഴുവനും എല്ലാ കാലത്തും സൂക്ഷിക്കേണ്ട തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന ആ ആധികാരിക ഗ്രന്ഥത്തെക്കുറിച്ചും അതിൻ്റെ തത്വങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള വ്യക്തി എന്ന നിലയിൽ അങ്ങ് ഈ ശബരിമല വിഷയത്തെ, ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ആനുകാലിക വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം. എനിക്ക് തോന്നുന്നത് ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ചരിത്ര പശ്ചാത്തലം കൂടെ പരാമർശിച്ചുകൊണ്ട് ഒരു സീരിയൽ, ഒരു പരമ്പര തുടങ്ങാമെന്ന് പറയുമ്പോൾ അത് മലയാളത്തിൽ ഒരു പുതിയ തരംഗമുണ്ടാക്കും. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു വിഷമസന്ധിയിലാണ്. ചെറിയൊരു കഥ പറയാം. ഒരു അട്ട നടന്നു പോകുമ്പോൾ വഴിയിൽ ഫിലോസഫറായ ഒരു തവള നിന്നു എന്നാണ്. ഒരു ഫിലോസഫറായ തവള സുഖമായി നടന്നു പോകുന്ന അട്ടയോട് ചോദിച്ചു, സുഹൃത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ, 1000 കാലുണ്ടല്ലോ, ഏത് കാലാണ് ആദ്യം അടുത്ത് വെക്കുകയാണോ അതോ വലത്താണോ വെക്കുക, ഏതാണ് രണ്ടാമത് വെക്കുക എന്നൊക്കെ ചോദിച്ചു. അത്രയും നേരം അതൊന്നും ചിന്തിക്കാതെ സുഗമമായി പോയിക്കൊണ്ടിരുന്ന അട്ടയ്ക്ക് പിന്നെ നടക്കാൻ പറ്റിയില്ല. ഇതുപോലെ കാലങ്ങളായിട്ട് പരമ്പരാഗതമായി കൈവന്ന അറിവുകൾ ഭക്തർ നന്നായി നടത്തിക്കൊണ്ട് പോകുന്ന ശബരിമലയിൽ അനാവശ്യ ചോദ്യങ്ങളും അനാവശ്യ യുക്തിവാദവും ഉന്നയിച്ച് നവോത്ഥാനത്തിൻ്റെ പേരിൽ നമ്മുടെ സുഗമമായ യാത്രയെ തടസ്സപ്പെടുത്തിയതാരാണ്? അത്തരം യാത്രകൾക്ക് വിഘാതം വരുത്തിയതാരാണ്? നമ്മുടെ സാംസ്കാരിക ധാരയെ തടയിടുന്നതാരാണ്? ഈ ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതാണ്. അതിന് ആചാരപ്രഭവോ ധർമ്മ എന്നാണ്. ആചാരം ഒരു അനുഷ്ഠാനം നടത്തുന്നത് കൊണ്ടുണ്ടാകുന്നത് ധർമ്മം മൊത്തത്തിൽ പ്രവൃദ്ധമാവുകയാണ്. സനാതനധർമ്മത്തിന് ഇപ്പോൾ ശബരിമലയിൽ ഇത് സെപ്പറേറ്റ് ആചാരമല്ല, ഹിന്ദു ക്ഷേത്രമായ ശബരിമലയിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ മൊത്തത്തിൽ പ്രചലിതമാക്കുന്നത് മൊത്തം സമൂഹത്തെയാണ്. ഏറ്റവും ചുരുങ്ങിയത് 4 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഒരു ആചാരമാണ് ശബരിമല വ്രതവും ദർശനവും. അപ്പോൾ അവിടുത്തെ ഓരോന്നും കല്ലിളക്കി പരിശോധിച്ചിട്ടല്ല ഭക്തൻ പോകുന്നത്. ഭക്തൻ അയ്യപ്പ സ്വാമിയെ കാണാനാണ് പോകുന്നത്. ആ ദർശനത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാനാണ് പോകുന്നത്. അത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ധാർമ്മികവും ഭൗതികവുമായിട്ടുള്ള ഗുണങ്ങൾ. വൈദിക ധർമ്മം രണ്ടാണെന്ന് പറയും, പ്രവൃത്തി നിവൃത്തി. പ്രവൃത്തി നിവൃത്തി അത് അവൻ്റെ വിചാരത്തിലും അവൻ്റെ ഭൗതിക ഐശ്വര്യത്തിലും ഉണ്ടാക്കുന്ന മാറ്റം അനുഭവിക്കാനാണ് അവൻ പോകുന്നത്. ഇത് ഇടയ്ക്ക് അനാവശ്യമായ ആരും ചോദിക്കാത്ത ഒരു ജെൻഡർ ഇഷ്യൂവിനെ ഒരു തരത്തിലും അവിടെ ബാധകമല്ലാത്ത വിഷയത്തെ ഉയർത്തിക്കൊണ്ട് വിവാദമാക്കുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയം നോവുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ മരുഭൂമിയിൽ മഴ പെയ്ത പോലെയാണ് ഈ പരമ്പര വരുന്നത്. ആ പരമ്പര കൂടുതൽ സൂക്ഷ്മമായ ചരിത്ര പശ്ചാത്തലത്തെയും ഒക്കെ കാര്യമായി പഠിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഭക്തർക്ക് മാത്രമല്ല അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നവർക്ക് കൂടെ ഒരു സൗമ്യമായ മറുപടിയായിത്തീരും. അത്തരം ഒരു മറുപടിയാണ് കേരളം കാത്തിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നൊരു ചോദ്യം വീണ്ടും അങ്ങയിലേക്ക് വരികയാണ്. ഈ ഒരു പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള ആധികാരികമായ പഠനം അതെങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് അയ്യപ്പൻ ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു പരമ്പരയെ നമുക്ക് പൊതുജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ വേണ്ടി അങ്ങ് നടത്തിയിരിക്കുന്നൊരു എന്തൊക്കെ? യഥാർത്ഥത്തിൽ ഒരു വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലുള്ളത് ധർമ്മശാസ്ത്രമാണോ
അയ്യപ്പനാണോ എന്നൊരു ചോദ്യം വളരെ വലിയ രീതിയിലുണ്ട്. അപ്പോൾ എന്താണ് ധർമ്മശാസ്താവാണെങ്കിൽ ധർമ്മശാസ്താവിന് പൂർണ്ണ പുഷ്കല എന്ന 2 ഭാര്യമാരുണ്ട്, സത്യകൻ എന്നൊരു പുത്രനുണ്ട്. അപ്പോൾ ഒരു കുടുംബസ്ഥനായ ധർമ്മശാസ്താവിനെ പൂജിക്കുന്നവർ സ്ത്രീകൾക്ക് പൊയ്ക്കൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ യുവതികൾക്ക് 10 വയസ്സിനും 50-നും ഇടയിലുള്ള യുവതികൾക്ക് പൊയ്ക്കൂടെ എന്നൊരു ചോദ്യമാണ് ഉള്ളത്. ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് ഒരു ഈശ്വരനാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കലിയുഗത്തിലെ കൺകണ്ട ദൈവമായിരുന്ന, ജനിച്ചു ജീവിച്ചു എന്നുള്ള തെളിവുകളുള്ളൊരു കഥാപാത്രം. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ ജീവിച്ചതിനുള്ള സാക്ഷ്യങ്ങളുണ്ട്, അതുപോലെ ശ്രീരാമൻ ജീവിച്ചതിന് സാക്ഷ്യങ്ങളുണ്ട്, അതുപോലെ അയ്യപ്പൻ ജീവിച്ചതിന് സാക്ഷ്യങ്ങളുണ്ട്. ധർമ്മശാസ്താവ് ഒരിക്കലും ഒരു മനുഷ്യരൂപത്തിൽ ജീവിച്ച വ്യക്തിയല്ല, ഈശ്വരനാണ്. ശ്രീ പരമേശ്വരൻ ഈശ്വരനാണ്. ശ്രീ പരമേശ്വരൻ ഒരു കാലത്തും ഒരു മനുഷ്യരൂപത്തിൽ ജീവിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, ഈശ്വരനായിട്ട് നമ്മൾ കാണും. ആ ധർമ്മശാസ്താവിൻ്റെ കലിയുഗത്തിലെ പുനരവതാരമാണ് അയ്യപ്പൻ. ആ ധർമ്മശാസ്താവിനെയാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മളിതിൽ വർക്ക് ചെയ്യുന്നത്. ഈ സീരിയലിൽ ധർമ്മശാസ്താവ് 108 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ, അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠിച്ച, കേരളം പുനഃസൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ കടലോരങ്ങൾ കാക്കാൻ വേണ്ടി ദുർഗാലയങ്ങളും മലയോരങ്ങൾ കാക്കാൻ വേണ്ടി ധർമ്മശാസ്ത്രാലയങ്ങളും ഇടനാട്ടിൽ വൈഷ്ണവ ശൈവ ക്ഷേത്രങ്ങളും പരശുരാമൻ സൃഷ്ടിച്ചു. കേരളത്തിന് ജീവിതത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റി എന്നുള്ളതാണ്. അത് ഉദാഹരണം പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന നമ്മുടെ ആ ഭൂപ്രകൃതി തന്നെ മറ്റ് ഭൂപ്രകൃതിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഗോകർണം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് നമ്മൾ കർണാടകത്തിലോട്ട് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭൂപ്രകൃതി തന്നെ കംപ്ലീറ്റ് മാറുകയാണ്. അതുപോലെ തന്നെയാണ് കന്യാകുമാരി കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരുനെൽവേലിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പച്ചപ്പ് മാറിയിട്ട് വെറും ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് വരികയാണ്. അപ്പം കേരളം എന്ന് പറയുന്നൊരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അത്തരമൊരു സ്ഥലത്ത് ധർമ്മശാസ്ത്രാലയങ്ങൾ, 108 ധർമ്മശാസ്ത്രാലയങ്ങൾ ഭഗവാൻ ശ്രീ പരശുരാമൻ പ്രതിഷ്ഠിച്ചതിൽ പല ഭാവങ്ങളിലുണ്ട്. ബാലഭാവത്തിൽ, കൗമാരഭാവത്തിൽ, ഗൃഹസ്ഥനായിട്ട്, സമാധിസ്ഥനായിട്ട്, പിന്നെ ഈ പറഞ്ഞ അയ്യപ്പ ചൈതന്യം, അയ്യപ്പ ജ്യോതിയായിട്ട്. അപ്പം നമ്മൾ ഈ അഞ്ച് ക്ഷേത്രങ്ങളാണ് ഇതിൽ ഞങ്ങളിതിൽ തിരഞ്ഞെടുക്കുന്നത്. ബാലകനായി കുളത്തൂപ്പുഴയിലും, യുവാവായി അരിയങ്കാവിലും, ഗൃഹസ്ഥനായ അച്ചൻകോവിലും, സമാധിസ്ഥനായ ധർമ്മശാസ്താവായി ശബരിമലയിലും, ആ ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പ ജ്യോതി അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര ജ്യോതിയായി കാന്തമലയിലും. അങ്ങനെയാണ് ഞങ്ങളതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ധർമ്മശാസ്താവ് പ്രതിഷ്ഠിതനായിട്ട് ആ ധർമ്മശാസ്താവിനെ, ആ ക്ഷേത്രത്തിൻ്റെ ഇപ്പം ഉണ്ടായതുപോലുള്ളൊരു വൈഷ്ണവ ശൈവ ഒരു യുദ്ധം ഇവിടെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഈ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള യുദ്ധം പോലെ വൈഷ്ണവരും ശൈവരും തമ്മിലൊരു കാലത്ത് യുദ്ധം ഉണ്ടായിരുന്നു. ആ വൈഷ്ണവ ശൈവ യുദ്ധത്തിൽ നിന്ന് ഇടയിൽ നിന്ന് അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പുനരവതാരം ചെയ്ത ധർമ്മശാസ്താവിൻ്റെ പുനരവതാരമാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ ഞങ്ങൾ ധർമ്മശാസ്താവിലൂടെയാണ് അയ്യപ്പനെ അവതരിപ്പിക്കുന്നത്. അയ്യപ്പ ശരണം. ധർമ്മശാസ്താവ്, അയ്യപ്പൻ, ഈ 2 സങ്കല്പങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു വിശ്വാസം മനുഷ്യനിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ഭക്തിഭാവങ്ങളെ ഉണർത്തുവാൻ തീർച്ചയായും ഈ പരമ്പരയിലൂടെ ആകുമെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാവാണ്. പക്ഷേ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തുചേരുമ്പോൾ ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വിവാദ വിഷയങ്ങൾ ഓരോ ദിവസവും കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരമൊരു വിഷയത്തിൽ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തണം എന്നുള്ള വാദഗതിയുമായി എല്ലാവരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് ആദ്യം മാധ്യമപ്രവർത്തകൻ്റെ അഭിപ്രായം തന്നെ മനസ്സിലാക്കാം. മാധ്യമപ്രവർത്തകനായ ശ്രീ കുഞ്ഞിക്കണ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ അദ്ദേഹം നോക്കിക്കാണുന്നതെന്ന് മനസ്സിലാക്കാം. ഞാൻ ആദ്യമായി അമൃത ടി.വിയുടെ ഈ ഉദ്യമത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കാരണം മലയാളം ചാനലുകളിൽ ആചാരമര്യാദകളെക്കുറിച്ച് അജ്ഞാനികൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ച ചാനലാണ് അമൃത ചാനൽ. ആ ചാനൽ തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള വിവാദങ്ങൾ, ആ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് അയ്യപ്പൻ, എന്താണ് ആചാര മര്യാദകൾ എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു പരമ്പര. അത് ചെയ്യുന്നതാകട്ടെ വിജി തമ്പി, അദ്ദേഹം സിനിമാ രംഗത്ത് പ്രശസ്തനാണ്. അദ്ദേഹമാണ് ഈ പരമ്പര ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് ദൈവികമായി കിട്ടിയൊരു നിയോഗം ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നിപ്പോൾ അയ്യപ്പനെക്കുറിച്ച്, ശബരിമലയെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ
തെറ്റായ വിവരങ്ങൾ നൽകുന്നത് യാദൃശികമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തെയും ആരാധന സങ്കല്പങ്ങളെയും അട്ടിമറിക്കുക എന്നുള്ള ഒരു നിഗൂഢമായ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കരുവായി എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. കലിയുഗമാണിത്. കലിയുഗത്തിൽ ഭക്തി മാത്രം പോരാ, ശക്തിയും വേണം, സംഘടനയും വേണം. ഇപ്പം ഭക്തിക്കൊപ്പം ശക്തിയും കൂടി തെളിയിക്കാനുള്ളൊരു അവസരമായി ഈ ശബരിമലയിലെ പുതിയ വിവാദങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതും സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി, അത് പാടില്ലായിരുന്നു എന്ന് പറയുന്നത് സ്ത്രീകളാണ് എന്നുള്ള ഒരു രസകരമായ ഒരവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ദൈവം തന്നെ, അയ്യപ്പൻ തന്നെ വഴി കാണിച്ചു കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് അയ്യപ്പൻ തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു വസ്തുതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി കരുവാക്കപ്പെടുകയായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഒരു കാലത്തെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പഴയ ഒരു കാലത്തെ അല്ലെങ്കിൽ ചരിത്രത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെയും കാരണമായത് നമ്മളൊക്കെ തന്നെ അല്ലേ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും വരും. പ്രകൃതിയോട് ചേർന്ന് നിന്നിരുന്ന ഒരു കാനനക്ഷേത്രം, ആ കാനനക്ഷേത്രം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മാത്രം ഇത്രയും കാലം നമ്മൾ മൗനമായി നിന്നത് എന്തേ, ഇപ്പോൾ മാത്രം നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത് എന്തേ? ഈ ഒരു മൗനമല്ലേ, ഈ കാലഘട്ടത്തിൽ അത്രയും മൗനമല്ലേ ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നിസ്സഹായമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലേക്ക് നമ്മളെ എല്ലാവരെയും കൊണ്ടുചെന്ന് നിർത്തിയത് എന്നൊരു സ്വാഭാവികമായ സംശയം ഏത് ഭക്തരുടെയും മനസ്സിലുണ്ടാകും. ഈ ഒരു സംശയം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അഭിഭാഷകനായ ശ്രീ ശങ്കുറ്റിദാസിൻ്റെ അഭിപ്രായത്തിലേക്കാണ്. അദ്ദേഹം അഭിഭാഷകനാണ്. ഒപ്പം ഈ ഒരു കഴിഞ്ഞ 3 മാസക്കാലം അല്ലെങ്കിൽ ശബരിമലയിൽ ഇങ്ങനൊരു വിധി, സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടുള്ള അതിൻ്റെ താത്വികപരമായ ആശയങ്ങളിലേക്ക് കൂടുതൽ ഗവേഷണം നടത്തുകയും അത്തരം ആശയങ്ങൾ പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരുടെ ശബ്ദം എന്ന് നമുക്ക് ശങ്കുറ്റിദാസിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. ഇതിന് നമ്മളൊക്കെ തന്നെയല്ലേ കാരണം, നമ്മളൊക്കെ അല്ലേ ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അങ്ങയുടെ മറുപടി? അല്ല, തീർച്ചയായിട്ടും ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു വെല്ലുവിളി ഉണ്ടാവുന്നത് വരെ വളരെ ലാഘവത്വത്തോടു കൂടി ഇത്ര വലിയൊരു അനുഗ്രഹമാണ്, എത്ര വലിയ ചൈതന്യമാണ്, അല്ലെങ്കിൽ അതിന് ഹൈന്ദവ സമാജത്തിനെ പൊതുവിൽ ഏകോപിപ്പിച്ച് നിർത്തുന്നതിലുള്ള വലിയ പങ്ക് എന്താണെന്നുള്ളതിനെ പറ്റിയൊന്നും നമ്മൾ അത്രമേൽ ബോധവാന്മാരായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഒരു വിധി വന്നതോടുകൂടി അത് നേരത്തെ പറഞ്ഞതുപോലെ അത് സമാജത്തിൽ ഒന്നാകെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഉണർവുണ്ടാക്കുകയും എത്രയോ കാലമായി പരിശ്രമിച്ചിട്ടും സാധിക്കാത്ത രീതിയിലുള്ള ഹൈന്ദവ ഐക്യം ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് ശബരിമലയുടെ ഒരു പ്രാധാന്യമാണ്. നേരത്തെ ആദ്യം സംസാരിച്ചപ്പോൾ വിജയ് തമ്പി സാർ പറഞ്ഞതുപോലെ തന്നെ ശബരിമല മലയാളിയുടെ ഒരു വൈകാരികതയാണ്. മറ്റെല്ലാ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശബരിമലയ്ക്കുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളോടും നമുക്കുള്ളത് ഒരു ഭക്തിയാണ്, വിശ്വാസമാണെങ്കിൽ ശബരിമലയോടുള്ളതൊരു തീവ്ര വൈകാരികമായിട്ടുള്ള അത് ശബരിമല ആ മണ്ഡലകാലത്ത് വ്യക്തി മാത്രമല്ല നമ്മുടെ നാട് തന്നെ അത്തരത്തിൽ പരിവർത്തനം ചെയ്യപ്പെടുന്നത് കാണാം. ഒരു സാധാരണ രീതിയിലുള്ളൊരു നാട് പെട്ടെന്ന് അയ്യപ്പൻ മറ്റേ അഖണ്ഡനാമവും അന്നദാനവും ഭജനയും അത്തരത്തിലുള്ള സത്സംഗങ്ങളും ഒക്കെ ആയിട്ട് നാട് തന്നെ ഉണർവിലേക്ക് വരിക, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ വലിയ ഭക്തിയൊന്നും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് ഭക്തിയുടെ ഭൂതം ആവേശിച്ചതുപോലെ ഒരു ദിവസത്തിൽ പെട്ടെന്ന് അവരുടെ സ്വഭാവവും ശീലങ്ങളും രീതികളും ഒറ്റയടിക്ക് മാറി പൂർണ്ണ വിശ്വാസികളായി മാറുക. അത്തരത്തിലൊരു ആളുകളെ പരിവർത്തനം ചെയ്യാനുള്ള ഒരു ശേഷി ശബരിമല വിശ്വാസത്തിനുണ്ട്. ഒരുപക്ഷെ ശബരിമല ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് വ്യക്തികളെ പരിവർത്തനം ചെയ്തിരുന്നത് പോലെ ഒരു സമാജത്തെ ഒന്നാകെ ഒറ്റയടിക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അറിവാണ് ഞാൻ എന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ എന്നിലുള്ള അറിവാണ് യഥാർത്ഥ പരമാത്മാവെന്ന് തിരിച്ചറിയുക. അത് തത്വമസി പൊരുളാകുമ്പോൾ അതിലേക്ക് സഞ്ചരിക്കുവാനുള്ള വഴിയൊരുക്കുകയാണ് അമൃത ടെലിവിഷൻ പുതിയ പരമ്പരയിലൂടെ അയ്യപ്പശരണം. അയ്യപ്പശരണത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ശബരിമലയിൽ സന്നിധാനത്ത് വെച്ച് നടത്തിയതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നു.